പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ബന്ധുവീട്ടിൽ ജോബി എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വിശാഖ്, ബന്ധു റെജി എന്നിവരാണ് പിടിയിലായത്. സ്വത്ത് ഭാഗം വയ്ക്കുന്നതിലെ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട ജോബിയുടെ പിതൃ സഹോദരിയുടെ മകനാണ് റെജി. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ ഇവർക്കിടയിൽ നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അകന്നു കഴിഞ്ഞിരുന്ന ഇരുവരും മുതിരവയലിലെ ബന്ധുവിന്റെ മരണത്തോടെയാണ് വീണ്ടും അടുത്തത്. സംസ്കാര ചടങ്ങിൽ ഇരുവരും ഒന്നിച്ചു പങ്കെടുത്തു. ശേഷം സുഹൃത്ത് വിശാഖിനെയും കൂട്ടി റെജിയുടെ വീട്ടിലെത്തി ഒന്നിച്ച് മദ്യപിച്ചു. വൈകുന്നേരത്തോടെ വൈശാഖ് സ്വന്തം വീട്ടിലേക്ക് പോയി. ഇതിനിടെ ജോബിയും റെജിയും തമ്മിൽ തർക്കവും തല്ലുമായി. വിവരം റെജി വിശാഖിനെ വിളിച്ചറിയിച്ചു. തുടർന്ന് റെജിയുടെ വീട്ടിലെത്തിയ വിശാഖ് വിഷയത്തിൽ ഇടപെട്ടു. ജോബിയും വിശാഖുമായി തർക്കമായി. ഇതിനിടെ വിശാഖ് കത്തിയെടുത്ത് കുത്താൻ മുതിർന്നു. ജോബി തടഞ്ഞു. ഇങ്ങനെയാണ് ജോബിയുടെ കൈത്തണ്ടയിൽ മുറിവുണ്ടായത്. പരിക്ക് തിരിച്ചറിഞ്ഞ വിശാഖ് മുങ്ങി. റെജി മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലേക്കും പോയി. ഇന്നലെ രാവിലെ ഉറക്കമുണർന്ന റെജി ജോബിയെ മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. മുറിവിലൂടെ രക്തം വാർന്നാണ് മരണം സംഭവിച്ചത്. യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനാകുമായിരുന്നുവെങ്കിൽ ജീവൻ നിലനിർത്താനാകുമായിരുന്നു എന്നാണ് പോലീസും പറയുന്നത്. അതേസമയം പ്രതികൾ അമിതമായി മദ്യം കഴിച്ചിരുന്നതാണ് രക്ഷാപ്രവർത്തനമെന്ന ചിന്ത പോലും ഉയരാൻ ഇടയാക്കാഞ്ഞത്. ആറ്റുകടവ് പേങ്ങാട്ട് പീടികയിൽ ജോബി സമീപകാലത്ത് ഭാര്യയ്ക്കൊപ്പം റാന്നി കരികുളത്താണ് താമസിച്ചിരുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.